ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പരിഗണിക്കുന്നതായി സൂചന. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് 5 കൊല്ലം പൂർത്തിയായ കെ സുരേന്ദ്രന് ഒരു ടൈം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, യഥാർത്ഥത്തിൽ കുറച്ച് കാലമായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം സജീവമായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത്. ഞാൻ വിചാരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരത്തിനിറങ്ങാൻ വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയാണ്. അതല്ല, സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള ലിസ്റ്റിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒക്കെ പേര് കേൾക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, കെ സുരേന്ദ്രന് ഒരു ഊഴം കൂടി കൊടുക്കും എന്ന് പറയുന്നവരുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്.കെ.നി സംഘടനാ രീതി പരിഷ്കരിച്ചതിന് ശേഷം അതിൻ്റെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് ദേശീയ നേതൃത്വം ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കും. അത് വോട്ടെടുപ്പിൽ ലഭിച്ച വോട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, പലവിധമായ ഘടകങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുക. അത് 2 ദിവസത്തിനകം ഉണ്ടാകും. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് ഒരു ടൈം കൂടി നൽകുമായിരിക്കും എന്ന് കെ സുരേന്ദ്രൻ അനുകൂലികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിലയിരുത്തിയാണത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ കേന്ദ്രമന്ത്രിയും നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ഈ പട്ടികയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കൂടി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള പട്ടികയിലുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ സൂചന എന്നോണം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കവടിയാറിൽ അദ്ദേഹം വീടെടുത്ത് താമസമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമാകിയിട്ടുണ്ട്. അത് മാത്രമല്ല, തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടിംഗ് ദിവസമൊക്കെ അദ്ദേഹം സജീവമായി പാർട്ടി ഓഫീസുകളിലും മറ്റുമൊക്കെ എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ മറ്റു പാർട്ടി പരിപാടികളിലും മറ്റു പ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൽ ഒരു പൊസിഷൻ ലഭിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ആ പട്ടികയിലേക്ക് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേരുകാരിയാണ്. എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. എസ്.കെ. 30 സംഘടനാ ജില്ലകളിൽ ഏതാണ്ട് 5 ജില്ലകളിലെങ്കിലും വനിതകൾ വരണമെന്ന് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകാൻ ദേശീയ നേതൃത്വം പ്രത്യേക ശ്രദ്ധയെടുത്താൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ നറുക്കു വീണേക്കാം. എന്നിരുന്നാൽ പോലും കെ സുരേന്ദ്രൻ അനുകൂലികൾ കെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്ന് വിശ്വസിക്കുന്നു. അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വമാണ്. അത് വോട്ടിംഗ് അടക്കം ഉണ്ടായാൽ പോലും മറ്റു ഘടകങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക ദേശീയ നേതൃത്വമായിരിക്കും. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.